എമ്പുരാൻ ഇറങ്ങുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ എമ്പുരാൻ തരംഗത്തിലാണ് എന്ന് പറയേണ്ടി വരും. ശശിയെ എന്നാണ് ഈ പറയുന്നത്? എന്തായാലും മലയാള സിനിമയുടെ ജാതകം മാറ്റി എഴുതുന്ന സിനിമയായി എമ്പുരാൻ മാറുമെന്ന് ഉറപ്പായിട്ടുണ്ട്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. എന്തായാലും ഇനി വരുന്ന ഒരാഴ്ച എമ്പുരാൻ തള്ളുകളുടെ മേളമായിരിക്കും. ഒരു സിനിമ എങ്ങനെ തള്ളു വിജയിപ്പിക്കണമെന്ന് പൃഥ്വിരാജിനോളം അറിയാവുന്ന മറ്റാരുമില്ല. ആന്റണി പെരുമ്പാവൂരിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരിക്കും ഈ സിനിമയുടെ പേരിൽ ഉണ്ടാവുന്നത്. എന്താ ഉറക്കം വരുന്നു. തീർച്ചയായും ഇത് മോഹൻലാലിന്റെ കരിയറിനെ ബാധിക്കും. ഇങ്ങോട്ട് വന്നേനി എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. എന്നാലും മലയാള സിനിമയുടെ ജാതകം മാറ്റി എഴുതുന്ന സിനിമയായി എമ്പുരാൻ മാറുമെന്ന് ഉറപ്പായിട്ടുണ്ട്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ. ഇത് മോഹൻലാലിന്റെ കരിയറിനെ ബാധിക്കും. എമ്പുരാൻ തള്ളുകളുടെ മേളമായിരിക്കും. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? പറ്റിപ്പോയി. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. ഒരു സിനിമയുടെ നിർമ്മാണ ചെലവിൽ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് എമ്പുരാൻ. 228 കോടി എന്ന മുടക്കുമുതൽ ഊരണമെങ്കിൽ 350 കോടിയെങ്കിലും കളക്ട് ചെയ്യണം. അതിനുള്ള സാധ്യത ഒരു മലയാള സിനിമയ്ക്കുണ്ടോ എന്നതാണ് നിർണായകമായ ചോദ്യം. ഒറ്റ അലക്കണ്ടല്ലോ നിന്റെ മോണ്ട തിരിഞ്ഞു പോകും. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് എമ്പുരാൻ പ്രൊമോഷനുമായി രംഗത്തിറങ്ങിയപ്പോൾ ഇതൊരു തള്ളാണോ എന്ന ആശങ്ക എനിക്കുമുണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്നാൽ എമ്പുരാൻ അങ്ങനെ ആയിരിക്കില്ല. പുറത്തു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് എമ്പുരാൻ സർവകാല റെക്കോർഡിടുമെന്നും മലയാള സിനിമയുടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുമെന്നുമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും. എന്നാൽ പിന്നെ എമ്പുരാൻ കണ്ടേക്കാം എന്ന് കരുതി 27-ാം തീയതി സിനിമ ബുക്ക് ചെയ്യാൻ ഇന്നലെ ഞാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ്. എന്നാൽ ഒരു ഷോയ്ക്ക് പോലും ഒരു ടിക്കറ്റും ലഭ്യമായിരുന്നില്ല. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. എന്നാ ഡിമാൻഡാ? കുറെ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. ഇത് തന്നെയാണ് എമ്പുരാന്റെ ആഗോള ട്രെൻഡിങ് എന്ന് വ്യക്തമാവുന്നത്. ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. KGF-ഉം പുഷ്പയും ഒക്കെ തെലുങ്ക് സിനിമയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അന്തസ് പൃഥ്വിരാജിന്റെ മോഹൻലാൽ സിനിമ എമ്പുരാനിലൂടെ മലയാളത്തിനും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ സംഭവിച്ചാ എന്ത് ചെയ്യും? ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നാ പിന്നെ അതാ നല്ലത്. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.